ഹായ് ഓൾ, അപ്പോൾ ഇത് നമ്മളെ കോർഫക്കൻ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. വീഡിയോ എടുക്കുന്നതിട്ട് കാശിക്കോട്ട് നല്ല ചിരിയിലാണ് കേട്ടോ. കോർഫക്കാനിലെ തന്നെ ഡിഫ്റ്റർ അടുത്തുള്ള വേറൊരു വെള്ളച്ചാട്ടത്തിലാണ് നമ്മൾ പോയത്. അവിടെ നമ്മൾ ചെന്നപ്പോൾ അവിടെ ഫാമിലിയായും ഫ്രണ്ട്സായും ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നു. അനൂപേട്ടനും വിവേകേട്ടനും എന്തായാലും വെള്ളത്തിൽ ചാടിയേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനത്തിലായിരുന്നു. ലിജു എനിക്ക് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു തന്നു. അവിടെ പിന്നെ ഒത്തിരി പേര് അവിടെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്, പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഓരോരുത്തരുടെ എൻജോയ്മെന്റിലായിരുന്നു. ഇവര് രണ്ടുപേരും വെള്ളത്തിൽ ചാടാൻ സെറ്റായിട്ട് നിൽക്കുകയാണ്. ഇവരങ്ങനെ ചാടണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനായി ലാസ്റ്റ്. അങ്ങനെ ആദ്യം വിവേകേട്ടൻ അങ്ങെടുത്ത് ചാടി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ഒരാള് പൊന്തിയത്. പിന്നെ പറയുന്നുണ്ട് എൻ്റെ ചെവിയിലൊക്കെ വെള്ളം കയറിയടാ. പിന്നെ ഒന്നും നോക്കിയില്ല, അനൂപേട്ടൻ അങ്ങെടുത്ത് ചാടി. അത് നല്ലൊരു പാറക്കെട്ടിൻ്റെ മുകളിലേക്കായിരുന്നു. അനൂപേട്ടൻ്റെ ചാട്ടം ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അങ്ങനെ വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ല, ചെറുതായിട്ടൊന്നും മുട്ടടിച്ചു, അത്രയേ ഉള്ളൂ. അവരങ്ങനെ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിച്ച് ഞങ്ങൾ അവിടെയൊക്കെ കയറി കണ്ട്. കാശിക്കൊണ്ട് പിന്നെ നമ്മൾ ആദ്യം വെള്ളത്തിൽ ഇറക്കണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ അവൻ ഇറങ്ങാൻ അത്ര താല്പര്യം കാട്ടിയില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ കഥയും പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. കുറച്ചു നേരം ഞങ്ങൾ മഴ വരുന്നുണ്ടോ നോക്കി നിന്നെങ്കിലും പക്ഷെ മഴയൊന്നും ഉണ്ടായില്ല ആ സമയത്ത്. പിന്നെ നേരെ വണ്ടി എടുത്ത് അങ്ങനെ യാത്ര തുടങ്ങി. ഇത്രയും വലിയ കൂറ്റൻ പാറക്കെട്ടുകളുടെ ഇടയിലൂടെയുള്ളൊരു യാത്ര, ഇതൊരു വേറെ ഫീല് തന്നെയാണ്. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ.